അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4ാം ക്ലാസ്സിൽ ഇന്ന് നടന്ന ഫിഖ്ഹിന്റെ ചോദ്യപേപ്പർ അവലോകനമാണ് നമ്മൾ നടത്തുന്നത്. ഒന്നാമത്തത് ശരിക്ക് ശരി നൽകാം. വലിയ അശുദ്ധിയുടെ കാരണം കുളി, പ്രസവിക്കുക, വുളു ഇല്ലാതിരിക്കൽ. അപ്പോൾ വലിയ അശുദ്ധി അതിൻ്റെ കാരണം ഏതാ? പ്രസവിക്കുക. രണ്ടാമത്തത് ചുരുങ്ങിയ നിഫാസ്. നിഫാസിന്റെ ഏറ്റവും ചുരുങ്ങിയ സമയം എത്ര? 2 മിനിറ്റ് ആണോ 3 മിനിറ്റ് ആണോ? അല്പസമയമാണോ? അല്പസമയം. ഹൈള് ഉണ്ടാകുന്ന ഏകദേശ വയസ്സ് 8, 9, 11. 9 വയസ്സാണ് ഏകദേശ വയസ്സ്. വുളുവിന്റെ ഫർളുകൾ 6, 4, 3. എത്രയാ? 6. വുളുവിന്റെ നിയ്യത്ത് പറയൽ ഫർളാണ്, കറാഹത്താണ്, സുന്നത്താണ്? നിയ്യത്ത് പറയൽ സുന്നത്തേ ഉള്ളൂ. നിയ്യത്ത് കരുതലാണ് ഫർള്. അടുത്തത് ശൗചം ചെയ്യൽ ഹറാമായ വസ്തു. എല്ല്, പേപ്പർ, കല്ല്. എല്ലിന്റെ മുകളിൽ നമ്മൾ ശൗചം ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇനി അടുത്ത് രണ്ടെണ്ണം വീതം എഴുതാം. നിസ്കാരം നിർബന്ധമാവാനുള്ള ഷർത്തുകൾ. 1 മുസ്ലിം ആവുക, ബുദ്ധി ഉണ്ടാവുക. നമ്മൾ വേറെയും ഷർത്തുകൾ പറഞ്ഞിട്ടുണ്ട്, 2 എഴുതിയാൽ മതി. മുസ്ലിം ആവുക, ബുദ്ധി ഉണ്ടാവുക. ഇനി പ്രായപൂർത്തിയുടെ അടയാളങ്ങൾ. 1 ഹൈള് പുറപ്പെടുക, അതുപോലെ മനിയ് പുറപ്പെടുക. ഹൈളുണ്ടാവുക, മനിയ് പുറപ്പെടുക. ഇതെല്ലാം പ്രായപൂർത്തിയുടെ അടയാളങ്ങളാണ്. ഇനി തഹൂറായ വെള്ളത്തിന് 2 ഉദാഹരണം എഴുതുക. തഹൂറായ വെള്ളം സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതും. വുളു എടുക്കാൻ പറ്റുന്ന വെള്ളം ഏതാണ്? പുഴയിലെ വെള്ളം, കിണറിലെ വെള്ളം. ഇതൊക്കെ തഹൂറായ വെള്ളത്തിന്റെ ഉദാഹരണമാണ്. ഇനി താഹിറായ വെള്ളം. താഹിർ എന്ന് പറഞ്ഞാൽ സ്വയം ശുദ്ധിയുണ്ട്, മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റൂല. ഏതുപോലെ? ജ്യൂസ്, അതുപോലെ തേങ്ങാവെള്ളം അല്ലെങ്കിൽ കഞ്ഞിവെള്ളം. ഇതൊക്കെ താഹിറായ വെള്ളത്തിന് ഉദാഹരണമാണ്. അടുത്തത് വ്യക്തമാക്കാം. നജസായ വെള്ളം. നജസായ വെള്ളം എന്നുള്ളതിന് വ്യക്തമാക്കാനാണ്. സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും. സ്വയം ശുദ്ധി ഇല്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതുമായ വെള്ളം. ഏതുപോലെ? മൂത്രം, അതുപോലെ ലഹരി ദ്രാവകങ്ങൾ. ഇതൊക്കെ നജസായ വെള്ളത്തിന്റെ ഉദാഹരണങ്ങളാണ്. അപ്പൊ സ്വയം ശുദ്ധിയില്ലാത്തതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റാത്തതും, അതാണ് നജസായ വെള്ളം എന്ന് പറഞ്ഞാൽ. ഇനി അടുത്തത് മുസ്താമൽ. മുസ്താമൽ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഒരു ഫർളിൽ ഉപയോഗിച്ച വെള്ളം. ഫർളിൽ ഉപയോഗിക്കപ്പെട്ട വെള്ളമാണ് മുസ്താമലായ വെള്ളം. ഇനി കുളി എന്ന് പറഞ്ഞാൽ എന്താ? നിയ്യത്തോടുകൂടെ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി. നിയ്യത്തോടുകൂടെ ശരീരം മുഴുവൻ വെള്ളം ഒലിപ്പിക്കലാണ് കുളി. ഇനി തെരഞ്ഞെടുത്തെഴുതാം. ഇവിടെ 2 ടൈപ്പ് നജസുകളുണ്ട്. മുതവസ്സിത്തായ നജസും ഉണ്ട്, മുഗല്ലദായ നജസും ഉണ്ട്. മുതവസ്സിത്തായ നജസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മീഡിയം ലെവലിൽ, ഒരു മധ്യനിലയിലുള്ള നജസുകൾക്കാണ് മുതവസ്സിത്തായ നജസ് എന്ന് പറയാം. മുഗല്ലദായ നജസ് എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ശക്തിയായ നജസ്. അപ്പൊ ഇതിൽ നിന്ന് മുതവസ്സിത്തും മുഗല്ലദും വേർതിരിച്ചെഴുതാനാണ്. രക്തം ഏതാണ്? രക്തം മുതവസ്സിത്തായ നജസാണ്. ഞാൻ 1 എന്ന നമ്പർ ഇടാം. മുതവസ്സിത്തിന് രക്തം മുതവസ്സിത്തായ നജസാണ്. അതുപോലെ ചലം മുതവസ്സിത്തായ നജസാണ്. അതുപോലെ നായ, പന്നി, ഇത് രണ്ടും മുഗല്ലദായ നജസാണ്. നായ, പന്നി എന്നുള്ളത് മുഗല്ലദായ നജസാണ്. ലഹരി ദ്രാവകങ്ങൾ മുതവസ്സിത്തായ നജസാണ്. മദിയ് മുതവസ്സിത്തായ നജസാണ്. ഇനി അടുത്തത് തെറ്റുകൾ ശരിയാക്കി എഴുതാം. ബാങ്ക് വിളിക്കാൻ വുളു നിർബന്ധമാണ്. ബാങ്ക് വിളിക്കാൻ വുളു നിർബന്ധമുണ്ടോ? ഇല്ല. വുളു സുന്നത്താണ്. അപ്പൊ ഇവിടെ സുന്നത്താണ് എന്നാണ് എഴുതേണ്ടത്. സുന്നത്താണ്. ഇനി അടുത്തത് വുളുഇന് ശരീരം മുഴുവൻ വെള്ളം ചേർക്കണം. വുളുഇന് ശരീരം മുഴുവൻ വെള്ളം ചേർക്കണോ? ശരീരം മുഴുവൻ വെള്ളം ചേർക്കേണ്ടത് ഏതിലാണ്? കുളിയിലാണ്. അപ്പൊ കുളിക്ക് ശരീരം മുഴുവൻ വെള്ളം ചേർക്കണം. ഇവിടെ കുളിക്ക് എന്ന് എഴുതി കൊടുക്കണം. അടുത്തത് തല അല്പം തടവൽ വുളുഇന് സുന്നത്താണ്. തല അല്പം തടവൽ വുളുഇന്റെ ഫർളാണ്. അപ്പൊ ഫർളാണ് എന്ന് ഇവിടെ എഴുതി കൊടുക്കണം. ഇവിടെ തല അല്പം തടവൽ വുളുഇന് ഫർളാണ് എന്ന് മാറ്റി എഴുതണം. ഇനിയോ ഭക്ഷ്യവസ്തു ശൗചം ചെയ്യൽ കറാഹത്തായ വസ്തുവാണ്. കറാഹത്തല്ല, അവിടെ ഹറാമാണ്. ഹറാമായ വസ്തുവാണ് എന്ന് മാറ്റി എഴുതണം. ഹറാമായ വസ്തുവാണ്. അടുത്തത് ഉത്തരം എഴുതാം. വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. എപ്പോഴാണത്? ആ നജസ് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പിന്നെ കല്ല്, അതുപോലെ ടിഷ്യൂ പേപ്പർ പോലത്തത് കൊണ്ടൊക്കെ ഇസ്തിൻജാ പറ്റുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷെ ആ നജസ് അത് ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ വെള്ളം കൊണ്ട് മാത്രമേ ഇസ്തിൻജാ പറ്റുകയുള്ളൂ. ഇനി മുഖഫഫായ നജസ് ഏതാണ്? മുഖഫഫായ നജസ് എന്ന് പറഞ്ഞാൽ
2 വയസ്സ് തികയാത്ത പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. 2 വയസ്സ് തികയാത്ത പാലല്ലാത്ത മറ്റൊന്നും കഴിക്കാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. ഇനി നായ പന്നി അല്ലാത്ത ശവത്തിന്റെ തോൽ ശുദ്ധിയാകും എങ്ങനെ? ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. ഊറക്കിടൽ കൊണ്ട് ശുദ്ധിയാകും. ഇതാണ് 4ാം ക്ലാസ്സിലെ ഇന്നത്തെ ഫിഖ്ഹിന്റെ ചോദ്യപേപ്പർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.